പ്രശ്നങ്ങൾ പറഞ്ഞാൽ യൂട്യൂബ് ചാനലിലേക്ക് താങ്കൾക്ക് സ്വാഗതം. ഈ മാടമ്പള്ളിയുടെ റോഡ് ഈ അവസ്ഥയിലായിട്ട് കാലങ്ങളായല്ലോ. താങ്കളുടെ അഭിപ്രായം എന്താണത്? ഈ റോഡിന്റെ അവസ്ഥ, ഈ അദാനിയുടെ വണ്ടി വന്നാണ് ഈ റോഡ് ഈ അവസ്ഥയിലെത്തിച്ചത്. എന്നിട്ട് അവരാണ് ഈ പണി ചെയ്യുമെന്ന് ആദ്യം പറഞ്ഞത്. എന്നിട്ട് അത് സഹാക്കന്മാരുടെ നേതൃത്വത്തിൽ ഇതിലെ വണ്ടി ഓടിക്കുകയും ഈ റോഡ് അവരുടെ അനാസ്ഥ കൊണ്ട് ഈ റോഡ് മുഴുവൻ നാശമാവുകയും ചെയ്തു. ഇപ്പൊ കോൺട്രാക്ട് കൊടുത്തിട്ട് ജോലി ചെയ്യാൻ ആളില്ല, ഇത് എടുക്കാനും ആളില്ല എന്ന് പറഞ്ഞാണ് അവർ ഒഴിഞ്ഞു മാറുന്നത്. അദാനിയുടെ ഓഫീസിൽ ഇവർക്കാർക്ക് പോകാൻ കഴിയില്ലല്ലോ, അല്ലേ? അവർക്ക് പോകാൻ കഴിയും, കാരണം അദാനി എഗ്രി ചെയ്താണ് ഇവിടെ നാട്ടിലൊരു സംസാരമുള്ളത്. അദാനിയുടെ ഓഫീസിലൂടെ പോകാൻ കഴിയില്ല, കാരണം അദാനിയുടെ ഓഫീസിൽ നിന്ന് പാരിതോഷികം പറ്റിയ ആൾക്കാരാണ് കൂടുതലിവിടെ ഉള്ളത്. അതുകൊണ്ട് ഓഫീസിലേക്ക് പോകാൻ കഴിയില്ല എന്നാണ് ഇവിടെ ജനസംസാരം. അതിനെക്കുറിച്ച് താങ്കൾക്ക് എന്താണ്? അതൊരു സത്യാവസ്ഥ തന്നെയാണ് അതിന്റെ പിന്നിലുള്ളത്. ഈ പ്രദേശത്തൂടെ വണ്ടി ഓടുന്നതിന് കപ്പം കൊടുത്തും കോള കൊടുത്തും തന്നെയാണ് ഇതിലെ വണ്ടി ഓടിയത്. അതിലൂടെ ഒരുപാട് സഹാക്കന്മാർ അനുകൂലമുണ്ടായിരുന്നു. ഈ വണ്ടി തടഞ്ഞപ്പോൾ അതിനെ എതിർത്തുകൊണ്ട് പോലീസുകാരും ഇവിടെയുള്ള സഹാക്കന്മാരും അതിന് അനുകൂലമായ നിലപാട് സ്വീകരിച്ചവരാണ് ഈ വണ്ടി പോവാൻ. നാട് എങ്ങനെ പോയാലും പ്രശ്നമില്ല, അത്രേ ഉള്ളൂ ഇവിടുത്തെ അവസ്ഥ. വളരെ ദയനീയമാണ് ഈ റോഡ്. വേറെ ഒരു സ്ഥലങ്ങളിലും ഇങ്ങനെയില്ല. വളരെ ദയനീയമായ അവസ്ഥയാണ് നമ്മുടെ ഈ റോഡിനുള്ളത്. ഈ റോഡ് ഈ അവസ്ഥയിൽ എത്തിച്ചത് ഈ പ്രധാനമായി ഈ പാറയടി തന്നെയാണ്. എനിക്ക് താങ്കളോട് വേറെ കാര്യം ചോദിക്കാനുണ്ട്. ഇവിടെ ഒരു കലികുണ്ടല്ലോ, പാടമ്പുള്ള തിരുവാതിരയായിട്ട് വരുന്ന ഒരു കലികുണ്ട്. അതിന്റെ അവസ്ഥ വളരെ ദയനീയമാണ്. ഏത് നിമിഷവും അത് ഇന്നല്ല, പല അധികാരികളോടും ഇത് ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്, പല ഡിപ്പാർട്ട്മെന്റുകളിൽ അറിയിച്ചിട്ടുണ്ട്. പക്ഷെ അവരാരും ഈ പ്രദേശത്തെ കുറിച്ച് അന്വേഷിക്കുകയോ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് വിശകലനം ചെയ്യുകയോ ചെയ്യാറില്ല. ഇവിടെ ജനങ്ങള്, നാട്ടുകാര്, ഈ ഗ്രാമവാസികള് ഒരുമിച്ച് നിന്നില്ല എങ്കിൽ ഈ അവസ്ഥയെല്ലാം തുടരും. ഇവിടെ രാഷ്ട്രീയം മറന്നുകൊണ്ട് സംഘടിതമായി ഒറ്റക്കെട്ടായി ഒരു സമരമുഖത്ത് പോയാൽ മാത്രമേ ഇതിനൊരു അവസാനം ഉണ്ടാവൂ. താങ്കള് ഞങ്ങളുടെ ചാനലിലോട്ട് ശേഖരിച്ചതിന് വളരെ നന്ദി. നമസ്കാരം.